പ്രിയമുള്ളവരെ, ജെയ്മി ബ്രദറിനെ ഒരു 16 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് വന്ന നാൾ മുതൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ വളരാൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു സഹോദരനാണ്. ഇദ്ദേഹം മരിച്ച വാർത്ത കേട്ട ഉടനെ എൻ്റെ മൊബൈലിൽ, എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇങ്ങനൊരു സെൻറ്റൻസ് കുറിച്ചിട്ടു. എനിക്ക് ജെയ്മി ബ്രദറിനെ കുറിച്ച് മനസ്സിൽ വന്ന ആദ്യത്തെ ചിന്ത അതായിരുന്നു. ആ ചിന്ത ഇങ്ങനെയായിരുന്നു: നൂനിൻ്റെ മകനായ ജോഷുവ കൂടാരം വിട്ടു പോകാതെ അവിടെ തന്നെ കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഡിവൈൻ ധ്യാനമന്ദിരത്തിൻ്റെ സ്റ്റേജ് വിട്ടു പോകാതെ ഇവിടെ തന്നെ കഴിഞ്ഞ ഒരു സഹോദരൻ എന്നേക്കുമായിട്ട് നമ്മളെ വിട്ടുപോകുകയാണെന്ന്. ജെയ്മി ബ്രദറിനെ കുറിച്ചുള്ള എൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു ചിന്ത അതാ. കൂടുതൽ ഇദ്ദേഹത്തെ അടുത്ത് മനസ്സിലാക്കിയപ്പോൾ ഒരു 3 വർഷക്കാലം ഈ ധ്യാനമന്ദിരത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അങ്ങേയറ്റം ഞാൻ ജെയ്മി ബ്രദറിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. സാധാരണ സ്റ്റേജിലെ ശുശ്രൂഷകളൊക്കെ ക്രമീകരിക്കേണ്ട കാര്യത്തിൽ, ക്ലാസ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട കാര്യത്തിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും അതിനൊന്നും ഒരു കുറവും വരാത്ത രീതിയിൽ എല്ലാം വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ച് കൊണ്ടുപോകുന്നൊരു ജെയ്മി ബ്രദർ വലിയൊരു സഹായമായിരുന്നു, വലിയൊരു ശക്തിയായിരുന്നു. ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നൊരു കാര്യം, ഒരിക്കൽ പോലും ആരോടും ഒരാളോടും ദേഷ്യപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ദേഷ്യപ്പെടാൻ ജെയ്മി ബ്രദറിന് അറിയില്ല. എല്ലാവരുടെ അടുത്ത് വളരെ ശാന്തമായിട്ട് ഒരു നിശബ്ദ സാന്നിധ്യം പോലെ ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു ജെയ്മി ബ്രദർ. ആരോടും വഴക്കും പരിഭവവും ഒന്നും ഇല്ലാതെ അങ്ങനെ മനോഹരമായിട്ട് പോയ ഒരു ജീവിതം. പോട്ട ആശ്രമത്തിൽ വെച്ചും ഈ ജെയ്മി ബ്രദറിന് എനിക്ക് നല്ല പരിചയമുണ്ട്. പോട്ട ആശ്രമത്തിലെ കാറ്റഗിസം യൂണിറ്റിൻ്റെ ഹെഡ് മാഷാണ് ജെയ്മി ബ്രദർ. ഹെഡ് മാഷായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്, അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ട് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം ഇതാണ്: ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ആ വർഷം കഴിഞ്ഞ് പ്രൊമോഷനായിട്ട് പോകുമ്പോൾ ജെയ്മി ബ്രദറിനെയും കൂടെ അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈ ചെറിയ കുട്ടികൾ പറയുക. ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യന് ആ കുഞ്ഞു കുട്ടികളുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്വന്തമായിട്ട് ചേർത്ത് പിടിക്കാനൊക്കെ പറ്റിയ ഹൃദയത്തിൻ്റെ വലിപ്പം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇപ്പോൾ ജെയ്മി ബ്രദർ ഞങ്ങളെല്ലാം വിട്ടുപോകുമ്പോൾ സങ്കടമുണ്ട്. ദൈവത്തിന് നന്ദി പറയാൻ ഇത്രയിലും വലിയ ശുശ്രൂഷകനെ തന്നതിന്. അൽമായ ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഒരു വലിയ പാഠപുസ്തകമാണ് ബ്രദർ ജെയ്മി. നമുക്കൊരുപാട് അദ്ദേഹത്തിൽ നിന്ന് കണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ജെയ്മി ബ്രദറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങളെയും എല്ലാവിധ അനുശോചനവും റാണി ചേച്ചിയും കൃപയും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളിയാഴ്ച ദിവസം ജെയ്മി ബ്രദറുമായിട്ട് ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഊട്ടുമുറിയിൽ വെച്ച് കണ്ട് സംസാരിച്ചു. അപ്പോഴും ആരോഗ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും കുടുംബത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കൃപയെക്കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ ആരോഗ്യപരമായ കാര്യങ്ങളിലൂടെ കടന്നു പോവുക, പ്രാർത്ഥിക്കണം എന്നൊക്കെ. അത്രയേറെ കുടുംബത്തെയും ധ്യാനമന്ദിരത്തെയും ഒക്കെ ചേർത്ത് പിടിച്ച നല്ലൊരു മനുഷ്യൻ. എല്ലാ അനുശോചനങ്ങളും അറിയിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് ശക്തിയായിട്ട് മാറട്ടെ. ഗുഡ്നസ് TV യുടെ പേരിൽ എല്ലാ അനുശോചനവും അറിയിക്കുന്നു.